ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേർണി. ഒരു മഹാപരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. വളരെ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ മാറി മറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൊർഗീവ്നെസ് വരും. നിങ്ങളുടെ ലൈഫിനെ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു പരിവർത്തനം ഉണ്ടാകും. നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളെ ലൈഫിൽ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും കമൻറ്റിൽ പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങളെ ദ്രോഹിച്ചവരെ മറക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആൾക്കാർ അവരെ മറക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ ദ്രോഹിച്ചിട്ട് പോയവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രത്തോളം മഹത് വ്യക്തികളല്ല, നിങ്ങൾ അത്രമാത്രം ദ്രോഹിച്ചവരോട് ക്ഷമിക്കാനായിട്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു ചിന്ത പോലും നല്ല മാറുന്ന രീതിയിലുള്ള, അതായത് ഇങ്ങനെ ആരെന്ത് കർമ്മം ചെയ്താലും ആ കർമ്മം ചെയ്തത് ദൈവം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് വച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിങ്ങൾ വരും. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സംസാരത്തിലും ഒന്നും വീണ് പോകത്തില്ല. കാരണം എനിക്ക് അതിന് ടൈമില്ല. എൻ്റെ ജീവിതം നോക്കുന്നത് എൻ്റെ ദൈവമാണ്. കാരണം ദൈവം എനിക്ക് ശരിയായ സമയത്ത് ന്യായം തരിക തന്നെ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ വരാൻ പോകുന്ന സമയം റെഡ് ഓർ ബ്ലൂ കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോമ്പിനേഷൻ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു സംഭവം ഉണ്ടാവാൻ പോവുകയാണ്, നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറമായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു പ്രതീക്ഷയുമില്ല നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ. അതായത് നിങ്ങൾ തോൽവിയുടെ ആ ഒരു ഇതിലായിരിക്കാം ഇപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു 12 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു ശംഖുനാഥം മുഴങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എവിടെയാണോ തോറ്റുപോയത് അവിടെ നിന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു മഹാപരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. എവിടെയാണോ നിങ്ങൾ തോൽക്കാൻ പോകുന്നത് അവിടെ ഈശ്വരൻ നിങ്ങളെ വിജയിപ്പിക്കുന്നതാണ്. ഇവിടെ വിജയിപ്പിക്കുക മാത്രമല്ല, ഇനി ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളുടെ കൂടെ ആരും മത്സരിക്കാൻ പാടില്ല, ആ രീതിയിലായിരിക്കും നിങ്ങളെ വിജയിപ്പിക്കുന്നത്. രാഹു ഭഗവാൻ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് വിഷമവും കൊടുക്കും, അതേ രാഹു ഭഗവാൻ ഒരു വ്യക്തിക്ക് സക്സസ്സും കൊടുക്കും. ഇങ്ങനൊരു അത്ഭുതം അവരുടെ ലൈഫിൽ ഉണ്ടാക്കും. അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലുള്ള അത്ഭുതമായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കുന്ന രാഹു ഭഗവാൻ. ഈ ഒരു കാര്യം സഡനായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും സമയം തരത്തില്ല. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനിലായിരിക്കും. നിങ്ങൾക്ക് തന്നെ തോന്നും, എപ്പോഴാണ് കരച്ചിൽ നിൽക്കാത്ത ഒരു സമയമുണ്ട് എൻ്റെ ജീവിതത്തിൽ, എപ്പോഴും കരച്ചിലാണ് എൻ്റെ ജീവിതത്തിലെന്ന്. പക്ഷേ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ആ ഒരു കരച്ചിൽ അവസാനിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷത്തിൻ്റെ ആ ഒരു വാതിൽ തുറക്കുമ്പോൾ. കാരണം നിങ്ങൾ കണ്ണുനീർ തോരാത്ത ഒരു ദിവസം പോലും ഇല്ലാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സഡനായിട്ട് ഈ ഒരു പരിവർത്തനം ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്ക് തോന്നും ഈ ഒരു കാര്യം തെറ്റായി പോകുമെന്ന്, പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഫേസ് ചെയ്തത് അതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ലൈഫിൽ സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഇനി ഫാസ്റ്റിൽ ആ ഒരു ലൈഫിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നതായിട്ടും പാസ്റ്റിൽ എന്തൊക്കെയാണോ സംഭവിച്ചതെല്ലാം നിങ്ങൾ മറക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പാസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ഫൊർഗീവ് ചെയ്യുക, അതായത് ആരൊക്കെ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടോ അവരോടെല്ലാം ഫൊർഗീവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് അറിവ് വന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് തോന്നും, ഇന്ന് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നില്ല, പിന്നെ എന്തിനാണ് പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് എൻ്റെ ഇന്നത്തെ ആ ഒരു സന്തോഷം ഞാൻ കളയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. ഇവിടെ പുതിയ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ലൈഫിൽ കാത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇതെൻ്റെ പുതിയ ജീവിതമാണ്, ഈ ഒരു പുതിയ ജീവിതം നല്ല രീതിയിൽ എനിക്ക് ജീവിക്കണം, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ലൈഫിൽ ഏത് വഴിയിൽ കൂടെയാണ് പോവേണ്ടത്, ഏത് വഴിയിൽ കൂടെയാണ് പോവേണ്ടാത്തത്, അത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ പർപ്പസ് എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എൻ്റെ ലൈഫ് എന്നോട് എന്താണ് പറയുന്നത്, എന്താണ് എനിക്ക് മനസ്സിലാക്കി തരുന്നത് എൻ്റെ ലൈഫ്, അത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഹാർട്ട് നല്ല രീതിയിൽ ഓപ്പൺ ആകും.
നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് നല്ല ഒരു സജഷനാണ് തരുന്നത്. അതായത് നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നിങ്ങളുടെ ഹൃദയമാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്ക റീഡിങ്ങിലും പറയുന്നത് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന്. ഇവിടെ 38, 3, 38 ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഇവിടെ 8, 3 കൂടെ കൂട്ടുമ്പോൾ 11 കിട്ടുന്നത്. 11 എന്ന് പറയുന്ന മിറർ എനർജിയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ചാണ് 11 നമ്പർ പറയുന്നത്. ചില സമയം നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ മനസ്സുകൊണ്ട് ചിന്തിക്കും. കാരണം നമുക്ക് ബുദ്ധിപരമായിട്ട് എവിടെയാണോ തീരുമാനം എടുക്കേണ്ടത് നമ്മളപ്പോൾ എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ആൾക്കാർ നമ്മളെ മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചില സമയം ഹൃദയം കൊണ്ട് തീരുമാനം എടുക്കാതെ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കും. കാരണം അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ ചുറ്റിലുമുള്ളവർ. മുന്നേയൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. ഈ ഒരു ദേഷ്യം ഓപ്പോസിറ്റുള്ള വ്യക്തി മിസ്യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇനി ആർക്കും നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തെ മിസ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൽ ഒരു കൺട്രോൾ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കുണ്ടായാൽ തന്നെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ നെഗറ്റിവിറ്റിയും, എല്ലാ രീതിയിലുമുള്ള നെഗറ്റിവിറ്റിയും അവസാനിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരുമ്പോഴാണ് നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫ് വിട്ട് പോകുന്നത്. നെഗറ്റിവിറ്റി നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി എങ്ങനെയെങ്കിലും തകർക്കാനാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി കൂടുതലായിട്ട് വരുമ്പോൾ നെഗറ്റിവിറ്റി വന്ന പാടെ തിരികെ പോകും. ഇവിടെ ഈ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ സന്തോഷം നിങ്ങൾക്ക് കൊണ്ട് തരിക. അപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ പല കാര്യങ്ങളും മറന്നു പോകും. ഇവിടെ ഒരു സന്തോഷം കിട്ടാതെ, ഒരു സമാധാനം കിട്ടാതെ ഒരു മനുഷ്യനും പാസ്റ്റിലെ ആ ഒരു എനർജിയെ മറക്കാൻ സാധിക്കത്തില്ല. സന്തോഷവും സമാധാനവും കിട്ടുകയാണെങ്കിൽ പകുതിയെങ്കിലും അവർക്ക് മറക്കാൻ സാധിക്കും. പാസ്റ്റിൽ അവർക്ക് എന്തൊക്കെ നേരിട്ടിട്ടുണ്ടോ അതെല്ലാം. ഇവിടെ 3 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കുണ്ടാകും. അതിനുവേണ്ടി തയ്യാറിരുന്നോളൂ നിങ്ങളെന്നാണ് പറയുന്നത്. ഒരു മഹാപരിവർത്തനം വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തോ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് 3 ദിവസം മുന്നേ അറിയത്തില്ലായിരുന്നു നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു സെലിബ്രേഷൻ ഉണ്ടാകുമെന്ന്. പെട്ടെന്നായിരിക്കും ആ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സെലിബ്രേഷൻ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകും. 3 ദിവസം മുന്നേ പോലും നിങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുകയാണ് എന്ന്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സക്സസ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങൾ നടക്കുന്ന റിലേറ്റഡ് ആയിരിക്കാം. ഇവിടെ എന്തായാലും അങ്ങനൊരു സ്ഥിതി ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതൊരു മഹാപരിവർത്തനത്തിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അങ്ങനൊരു നല്ല കാര്യം ഉണ്ടാവുന്ന. റെഡ് ബ്ലൂ കോമ്പിനേഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പരിവർത്തനം ഉണ്ടായതിനു ശേഷം എൻ്റെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടായത് നിങ്ങൾ തന്നെ പറയും. ചില ആൾക്കാർക്ക് 1, 2, 3 അങ്ങനെ നമ്പർ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ 5, 6, 7 അല്ലെങ്കിൽ 8, 9, 10 അങ്ങനെ ഒരു നമ്പർ കൂടുന്ന നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ചില ആൾക്കാരെ പേടിയുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അവർ എന്തെങ്കിലും മോശം ചെയ്ത് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ തകർക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു പേടി നിങ്ങൾക്കുണ്ട്. അതായത് നല്ല സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കരുത്. ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും ദൈവത്തിനോട് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ 3, 4 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സന്തോഷം വരും, നിങ്ങൾ വളരെയധികം ആസ്വദിച്ച് സന്തോഷിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ വന്ന് ആ ഒരു സന്തോഷത്തെ തകർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാകും. അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും സന്തോഷം വരുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പേടിയാണ്. ദൈവമേ, എൻ്റെ ശത്രുക്കൾ വീണ്ടും എന്തെങ്കിലും ചെയ്ത് എൻ്റെ ആ സന്തോഷത്തെ ഇല്ലാതാക്കുമോ എന്ന്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു പേടിയും കൺഫ്യൂഷനും ഉണ്ട്. കാരണം വീണ്ടും നിങ്ങളെ ഇങ്ങനെയുള്ള ആൾക്കാർ ദ്രോഹിക്കുമോ എന്നുള്ള കാര്യത്തിൽ. ഇവിടെ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സന്തോഷത്തെ എൻജോയ് ചെയ്യാനാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് പേടിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ഒരു ശത്രുക്കളെ കൊണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സേഫ്റ്റി എന്താണോ അത് മുന്നേ തന്നെ നിർദ്ധാരിച്ചതാണ്. അതായത് നിങ്ങൾക്ക് സേഫ്റ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ജീവിതത്തിലും. ഇവിടെ റെഡ് ഓർ ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് ശിവശക്തിയുടെ ആശീർവാദം ഉള്ളവർക്കാണ് ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ഈ ഒരു നിറം ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുമെന്ന്.
അവരുടെ രണ്ടുപേരുടെ ആശീർവാദം നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ട് വളരെ പാഷനേറ്റീവായിട്ടുള്ള എനർജിയിലായിരിക്കും ജീവിക്കാൻ പോകുന്നത്. ഇവിടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നല്ല എന്തോ ഒരു കർമ്മ ചെയ്തിട്ടുണ്ട്. അതാണ് മിറാക്കിളിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ജോലിയില്ലാതെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പൈസ ഇല്ലാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ പൈസയ്ക്കുള്ള എന്തെങ്കിലും സ്രോതസ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി ലഭിക്കും. അതായത് ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് മാരേജ് നടക്കുന്നില്ല. അപ്പോൾ മാരേജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലാണുള്ളത് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാരേജിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി പുതിയ പ്രപ്പോസലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ആഗ്രഹിച്ച വ്യക്തി ഇതാണ് എന്ന്. അതായത് ആത്മാവ് കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് മാറുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തത്. നിങ്ങൾ എന്തോ നല്ല കർമ്മത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലത് ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു രീതിയിലുള്ള ചതിയും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഏഞ്ചൽസ് എനി ടൈം നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആവശ്യമില്ലാത്ത ടെൻഷൻ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതിനെ വിട്ട് കളയുക നിങ്ങൾ ഇനിയെങ്കിലും. കാരണം മഹാപരിവർത്തനം ഒന്നിന് പിറകെ ഒന്നായിട്ടായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 ആഴ്ചയ്ക്കുള്ളിൽ എന്തോ വലിയൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിനു ശേഷവും കാര്യങ്ങൾ അവസാനിക്കത്തില്ല. വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 3 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബിസിയായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തോന്നും ദൈവമേ പരിവർത്തനം ഉണ്ടായില്ല, അതിനു മുമ്പേ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. എനിക്ക് ചിന്തിക്കാൻ പോലും സമയം ലഭിക്കുന്നില്ലല്ലോ, അങ്ങനെയാണല്ലോ പരിവർത്തനം ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് നിങ്ങൾ പെട്ടെന്ന് അത്ഭുതപ്പെടുകയും നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സമയം എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അതായത് എപ്പോൾ രാത്രിയായി എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ബിസി ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ. പൂർണ്ണമായിട്ടും ലൈഫിൽ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം തന്നെ മാറുന്നതായിട്ട് സ്വയം ഫീലാകുന്നതാണ്. കാരണം മുന്നേ ഉള്ള ഊർജ്ജമല്ല ഇപ്പോൾ എൻ്റെ ഊർജ്ജം എന്ന് നിങ്ങൾക്ക് തോന്നും. അതായത് എൻ്റെ ഊർജ്ജം വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നും. അതായത് എൻ്റെ ഊർജ്ജം എനിക്ക് ആശീർവാദം തരികയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഏത് വ്യക്തിയാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ തകർത്തത്, ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്, അവരുടെ ആ ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴാൻ പോകുകയാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ വ്യക്തിയുടെ എന്തെങ്കിലും രീതിയിലുള്ള ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കോൾ വരും, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സഡനായിട്ട് ആ വ്യക്തിയിൽ നിന്ന് ഇവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ കാണുന്ന വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചിട്ട് കുറേ വർഷങ്ങളായി കാണും. അപ്പോൾ വീണ്ടും ഇവരെ കാണാൻ സാധിച്ചു, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങൾക്ക് ന്യായം ലഭിച്ചു എന്ന്. കാരണം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് അപ്പോൾ തോന്നും എൻ്റെ കൂടെ ഒരു വ്യക്തി മോശം ചെയ്തു, പക്ഷെ അപ്പോൾ എനിക്ക് ന്യായം ലഭിച്ചില്ല, പക്ഷേ പിന്നെ എനിക്ക് എന്തായാലും ന്യായം ലഭിച്ചല്ലോ ദൈവമേ എന്ന് നിങ്ങൾക്ക് തോന്നും. അത് ചതിച്ച ഏതോ ഒരു വ്യക്തിക്ക് വളരെ മോശം രീതിയിൽ കർമ്മ റിട്ടേൺ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവമേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടാണല്ലോ എനിക്ക് ന്യായം ലഭിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ കോള് വരാനുള്ള ആ ഒരു സംഭാവന കുറച്ചായിട്ടാണ് തോന്നുന്നത്. കൂടുതലായിട്ടും ഈ ഒരു വ്യക്തിയെ കണ്ടിട്ട് ആ വ്യക്തിയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ന്യായം കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത്ഭുതപ്പെടും. കാരണം ഇങ്ങനൊരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഒട്ടും പോലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവത്തില്ല. ഇവിടെ റീഡിങ്ങിൽ പല പ്രാവശ്യവും വന്നിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല പ്രാവശ്യവും ന്യായം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെയും അറിയാൻ സാധിച്ചിട്ടില്ല എന്ന്. അതേപോലെയാണ് ഈ ഒരു ന്യായവും. അപ്പോൾ 3 ആഴ്ചയ്ക്കുള്ളിൽ ലൈഫിലെ ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു അവസരം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അത് നിങ്ങളെ ബോൾഡാക്കും, കറീജിയസ് ആക്കും. ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ റിസ്ക് ടേക്കറാക്കി മാറ്റുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ ആ ഒരു പേടി അവസാനിക്കുകയും ചെയ്യും. ഇവിടെ റിലീസിക്കിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ പേടിയും അവസാനിക്കുന്ന ആ ഒരു എനർജി.
ഇത്രയും നല്ലൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇതുവരെയും ഉണ്ടാവത്തില്ല. ആ രീതിയിലൊരു ആത്മവിശ്വാസമായിരിക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റായി നിങ്ങൾ റിസ്ക് ടേക്കറായി മാറി എന്ത് ആക്ഷനാണോ എടുക്കുന്നത് അത് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കുന്ന രീതിയിൽ ഒരു കാര്യമായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എത്ര വലിയ അപകടത്തെയും നേരിടുന്ന ഒരു യോദ്ധാവ് അങ്ങനെയായി മാറും നിങ്ങൾ ഇനി അങ്ങോട്ട്. ഇനി ആർക്കും ക്യാഷിൻ്റെ ആ ഒരു അഹങ്കാരം വച്ച് നിങ്ങളെ തകർക്കാൻ സാധിക്കത്തില്ല. പല ആൾക്കാരും കൂടുതലും നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കയ്യിലെ ക്യാഷ് വച്ചിട്ടാണ്. കാരണം അവരുടെ കയ്യിൽ ക്യാഷ് ഉള്ളത് കാരണം നിങ്ങളെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളതായിട്ടാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ക്യാഷ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ഹയസ്റ്റ് എനർജിയിൽ വരുന്നതാണ്. ഇവിടെ പാസ്റ്റിലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. പൈസയുടെ ആ ഒരു രീതിയിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് ക്യാഷ് നിങ്ങളുടെ കയ്യിലും വരും. അതുകൊണ്ട് ആർക്കും നിങ്ങളെ പൈസയുടെ ആ ഒരു പേരും പറഞ്ഞ് തകർക്കാൻ സാധിക്കത്തില്ല. ഇവിടെ മാ ലക്ഷ്മിയുടെ ആശീർവാദം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ക്യാഷിൻ്റെ ആധാരത്തിൽ നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കാത്തത്. ഗണേശ ഭഗവാന്റെ ആശീർവാദം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധി നിങ്ങൾക്ക് മോശം സാഹചര്യത്തിൽ വരുന്നത്. ആ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങൾ മുന്നേറുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. നിങ്ങൾ എപ്പോഴും റിസ്ക് ടേക്കർ ആകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങളുടെ ലൈഫിൽ വൈറ്റ് കളറിൻ്റെ ആ ഒരു ഫ്ലവർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ശുഭസമയം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് വൈറ്റ് കളർ കൂടുതലായിട്ടും നിങ്ങൾ ആകർഷിക്കുന്നതും അങ്ങനെയുള്ള ഫ്ലവർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതും. ചിലപ്പോൾ നിങ്ങളൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, ഇല്ലെങ്കിൽ മാരേജ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അതെല്ലാം ഒരു മാറ്റം ഉണ്ടാകും. ചില ആൾക്കാർക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടോ കുഞ്ഞുങ്ങൾ റിലേറ്റഡ് ആയിട്ടോ ഒക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം. ചില ആൾക്കാർക്ക് ഏതെങ്കിലും ധാർമ്മിക സ്ഥലത്ത് യാത്ര പോകണമെന്നുള്ളതായിരിക്കാം. ഇവിടെ എന്ത് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ, ഇനി നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതനുസരിച്ച് ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും അവസാനിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അവസരം വരിക തന്നെ ചെയ്യും. അതിനെ തടയാൻ ആർക്കും സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു പവർ ഉണ്ട്. ചില സ്ഥിതികളെ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ സാധിക്കും. അങ്ങനൊരു പവർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയുകയും ചെയ്യാം. ഈ ഒരു സമയം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ലൈഫിൽ ഇനി എന്ത് റിസ്ക് വന്നാലും നിങ്ങൾ അതിനെ നേരിടുക തന്നെ ചെയ്യും. നിങ്ങളുടെ സന്തോഷം ഇനി നിങ്ങളായിരിക്കും തീരുമാനിക്കുന്നത്. മുന്നേയൊക്കെ നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരായിരുന്നു കാണും തീരുമാനിക്കുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ചോയ്സ് വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നു. പക്ഷേ ഇനി നിങ്ങളായിരിക്കും നിങ്ങളുടെ സന്തോഷം തീരുമാനിക്കുന്നത്. ഇനി എൻ്റെ സ്ഥിതി എത്ര മോശമായാലും ഞാനത് ഹാൻഡിൽ ചെയ്യും. അങ്ങനൊരു ആത്മവിശ്വാസങ്ങൾ വരും. ഇവിടെ സ്ഥിതികൾ ഇനി മോശമാവത്തില്ല, നിങ്ങളുടെ ഫേവറായിട്ട് തന്നെ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി നിങ്ങളുടെ കാൽവയ്പ് അങ്ങോട്ടായിരിക്കും പോകുന്നത്. എവിടെയാണോ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് അങ്ങോട്ട്. നിങ്ങൾ സ്ട്രഗിളിൽ നിന്ന് മുക്തരാവാനാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സിറ്റുവേഷൻസ് ഇനി അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സക്സസ് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് രാത്രിയുടെ ആ ഒരു സമയമല്ല, പകല് ആ വെളിച്ചത്തിൻ്റെ ആ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ്. അതായത് ബ്രഹ്മമുഹൂർത്തമില്ലേ, ആ ഒരു രീതിയിലുള്ള സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ബ്രഹ്മമുഹൂർത്ത ടൈം നിങ്ങളുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും പ്രകാശം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നിങ്ങളോട് ദൈവം പറയുന്നത് ഒരു മേജർ ചേഞ്ച് നിങ്ങൾ റെഡി ആയിട്ടിരിക്കും. ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ്. ചിലപ്പോൾ ഒരു സ്ഥാന പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സഡനായിട്ടായിരിക്കും ആ ഒരു സ്ഥാന പരിവർത്തനം ഉണ്ടാവുന്നത്. ജൂണിനുള്ളിലായിരിക്കും അത് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വേണ്ടി വളരെ നല്ലൊരു സ്ഥാന പരിവർത്തനം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ജൂണിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ കൊണ്ടുവരും. ഇവിടെ ഈ ഒരു സ്ഥാനം നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതായിരിക്കും. ഈ ഒരു സ്ഥാനവുമായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്ഥാന പരിവർത്തനം ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളുടെ ലക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏതോ ഒരു സ്ഥാനം നിങ്ങളുടെ കർമ്മവുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ലക്ക് ലഭിക്കുന്നത്.
ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് വരുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ലക്ക് ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവുന്നതായിരിക്കാം. പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ടാകും, ആ വീട്ടിൽ പോയി താമസിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ലക്ക് ലഭിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സ്ഥാന പരിവർത്തനത്തിൽ സന്തോഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി ശുഭ സമയം നിങ്ങളുടെ ലൈഫിൽ വന്നെത്തി കഴിഞ്ഞു. ഇനി ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളുടെ കൈ പിടിച്ചൊക്കെയാണ്. ഇനി നിങ്ങളുടെ ലൈഫ് അലൈൻമെന്റിൽ തന്നെ പോകുന്നതാണ്. ഒരു വിഘ്നമോ ഒരു നെഗറ്റിവിറ്റിയോ ഒന്നും തന്നെ ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയില്ല. ഇനി ആരൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് അവർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി ഈശ്വരൻ കൊടുക്കുന്നതാണ്. അവർക്ക് ഇങ്ങനെ ഒരു റിട്ടേൺ കർമ്മ കൊടുക്കുന്നതാണ്. ഇനി ഭാവിയിൽ ഒരിക്കലും നിങ്ങളോട് ഇനി തെറ്റ് ചെയ്യാൻ അവർക്ക് തോന്നരുത്. ആ രീതിയിൽ കർമ്മ റിട്ടേൺ അവർക്ക് ഉണ്ടാവുന്നതാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഫിയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. എല്ലാ രീതിയിലുമുള്ള അപകടം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ട്രിപ്പിൾ 8 ആ ഒരു എനർജി നിങ്ങൾക്ക് വളരെ നല്ലൊരു ബ്ലെസ്സിങ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ടവർ മൂവ്മെന്റ്, ഏത് രീതിയിലുള്ള ടവർ മൂവ്മെന്റ് ആയാലും അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇവിടെ ഏതോ ഒരു ദശ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി നിങ്ങൾക്ക് കല്യാണമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മംഗളകാര്യങ്ങൾ. അതായത് നിങ്ങൾ തകർന്നിരിക്കുന്ന നിങ്ങൾക്ക് വീണ്ടും ജീവിക്കാനൊരു ജീവൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു മഹാദശാകാലം, ശനി ദശയാണെങ്കിലോ ഏത് ദശാകാലമായാലും, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിക്ടറിയാണ് ഈ ഒരു ദശ പോകുമ്പോൾ ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഇനി നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയോട് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ കോവിലിൽ നിങ്ങൾ പോകുമ്പോഴോ ഹനുമാൻ ചാലീസ വായിക്കുമ്പോഴോ നിങ്ങൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിൻ്റെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ ഹനുമാൻ കോവിലിൽ പോവുക, ഹനുമാൻ ചാലീസ വായിക്കുക. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്താണെന്ന് നിങ്ങൾക്ക് തനിയെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അങ്ങോട്ട്. അതായത് നിങ്ങൾ കസ്തൂരി മൃഗമാണ് എന്ന് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കസ്തൂരിയുടെ ആ ഒരു മണം എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ലൈഫിൽ റിസ്ക് ടേക്കർ ആവുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് റിസ്ക് ടേക്കർ ആകുന്നത് നിങ്ങൾ. ഇവിടെ അപകടമല്ല, മറിച്ച് ആശീർവാദമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ. ഫാമിലി വെൽക്കം ചെയ്യാണ് ഈശ്വരൻ നിങ്ങളെ പുതിയൊരു ചാപ്റ്ററിലേക്ക്. നിങ്ങൾക്ക് തന്നെ തോന്നി ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഞാൻ, എനിക്കിത് അറിയാൻ പറ്റിയില്ലല്ലോ ദൈവമേ എന്ന് നിങ്ങൾ ദൈവത്തിനോട് പറയും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ ഈ രീതിയിൽ മനസ്സിലാക്കും. നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.